സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ കുടുംബത്തിലെ ഒരു വേർപാടിൻ്റെ വേദനയിൽ നിന്നുകൊണ്ടാണ് ഞാനിവിടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. എന്നാലും നമ്മുടെ ഒരു ഉത്സവമായ തനിമ അതിൽ കയറാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് ഒരു നാടൻ പാട്ടിൻ്റെ ഒരു പാരഡിയാണ്. നമുക്ക് ഒരുമിച്ച് പാടാം. നാടൻ പാട്ടല്ലേ, എല്ലാവർക്കും ഒരുമിച്ച് പാടാം. എന്നെക്കാളും മനോഹരമായി പാട്ടുപാടാൻ നിനക്കറിയാം, എന്നിട്ടെന്തേ ഇന്നേ വരെ റിയാലിറ്റി ഷോയിൽ പാടിയില്ല. എന്നെക്കാളും മനോഹരമായി പാട്ടുപാടാൻ നിനക്കറിയാം, എന്നിട്ടെന്തേ ഇന്നേ വരെ റിയാലിറ്റി ഷോയിൽ പാടിയില്ല. പാട്ടൊരെണ്ണം പാടിത്തീർന്നാൽ കരഞ്ഞുകൊണ്ടേ തണ്ടിടാം. ആ തണ്ടൽ കണ്ടാൽ റോട്ടിലുള്ള തണ്ടികൾ പോലും നാണിക്കണം. പാട്ടൊരെണ്ണം പാടിത്തീർന്നാൽ കരഞ്ഞുകൊണ്ടേ തണ്ടിടാവും. ആ തണ്ടൽ കണ്ടാൽ റോട്ടിലുള്ള തണ്ടികൾ പോലും നാണിക്കണം. പിച്ചില്ലേലും ശ്രുതിയില്ലേലും ഈ സംഗതികളൊന്നും വന്നില്ലേലും വ്യത്യസ്തമായുള്ളൊരഡ്ജസ്റ്റ്മെന്റിൽ അവർ പറയും മനോഹരമാ. പിച്ചില്ലേലും ശ്രുതിയില്ലേലും ഈ സംഗതികളൊന്നും വന്നില്ലേലും വ്യത്യസ്തമായുള്ളൊരഡ്ജസ്റ്റ്മെന്റിൽ അവർ പറയും മനോഹരമാ. രാത്രിയിൽ നീ കവലതോർ ഓട്ടിനായി ഫോട്ടോകൾ തൂക്കിയിടണം. ആ നാട്ടാരുടെ കാലുതക്കി എസ്എസ്നായി യാചിക്കണം. രാത്രിയിൽ നീ കവലതോറും ഓട്ടിനായി ഫോട്ടോകൾ തൂക്കിയിടണം. നാട്ടാരുടെ കാലുനക്കി എസ്എംഎസിനായി യാചിക്കണം. എസ്എംഎസിലൂടെ വോട്ട് ചെയ്ത ആ പ്രേക്ഷകരെ പിന്നെ കണ്ട ഭാവം കാട്ടിടാതെ ജാട കാട്ടി നടന്നിടണം. എസ്എംഎസിലൂടെ വോട്ട് ചെയ്ത ആ പ്രേക്ഷകരെ പിന്നെ കണ്ട ഭാവം കാട്ടിടാതെ ജാട കാട്ടി നടന്നിടണം. അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരൻ പൊന്നാട നൽകിയൊന്നാദരിച്ചാൽ അക്കാശരക്കം വാങ്ങിക്കോണം. സ്വന്തം തന്തയാണെന്നൊന്നും ഓർത്തിടണ്ട. അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരൻ പൊന്നാട നൽകിയൊന്നാദരിച്ചാൽ കാശുരക്കം വാങ്ങിക്കോണം. സ്വന്തം തന്തയാണെന്നൊന്നും ഓർത്തിടേണ്ട. ലക്ഷക്കണക്കിന് വേദികളിൽ കൂടി പാടി നടന്നിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്ത് രക്ഷപ്പെടാൻ ഒറ്റമൂലി റിയാലിറ്റി ഷോ. താങ്ക് യു.